ഗുഡ് ഈവനിങ്. എജ്യുപോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ മക്കൾക്ക് സ്വാഗതം. മക്കളെല്ലാം പ്രിപ്പറേഷൻ്റെ തിരക്കിലാണെന്നറിയാം. മക്കളെ പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലാണ് മിസ്സുമാരും. ഓക്കെ, അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗവുമായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമുക്കത് നോക്കിയാലോ? കൂടുതലൊന്നും പറയാതെ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ഈ ആവാസ വ്യവസ്ഥ? ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അറിയാത്തവരായിട്ട് നമ്മൾ ആരുമില്ല. നമ്മുടെ ചുറ്റിൽ പലതരം ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും കാവുകൾ, അല്ലെങ്കിൽ കാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടം, അവിടെയൊക്കെ ഓരോരോ തരത്തിലുള്ള ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട് അല്ലേ? എന്താണ് ഈ ആവാസ വ്യവസ്ഥ? ആരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ആവാസ വ്യവസ്ഥ? ആരൊക്കെയാ? എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ. എൻ്റെ മക്കൾ വീഡിയോ പോസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. മിസ് നോക്കും. ഓക്കെ, പറയാം. എന്താണ്, ആരൊക്കെ ഉണ്ട് ഈ ആവാസ വ്യവസ്ഥയിൽ? ബയോട്ടിക് ആയിട്ടുള്ളവരുണ്ട്, അബയോട്ടിക് ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ആവാസ വ്യവസ്ഥ. അതായത് ജീവിയവും അജീവീയവുമായുള്ള ഘടകങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഈ ആവാസ വ്യവസ്ഥ. അപ്പോൾ അവർ ഈ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നീങ്ങുന്നതാണ് എന്ത്? ഇക്കോസിസ്റ്റം അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ കൃത്യമായിട്ട്? ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഇക്കോസിസ്റ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷ്യശൃംഖല. ഈ ഒരു പാഠത്തിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യശൃംഖല ജാലം. ഇതെൻ്റെ മക്കൾക്ക് ഉറപ്പായിട്ടും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭക്ഷ്യശൃംഖല ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കുറച്ച് ഭക്ഷ്യശൃംഖല കുറച്ച് ആളുകളെ തന്നിട്ട് അത് പൂരിപ്പിക്കാൻ വരും. അതെൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്താണ് ഈ ഭക്ഷ്യശൃംഖല? എൻ്റെ മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് ഭക്ഷ്യശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ? ഓക്കെ, ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ചെയിനിൻ്റെ ആദ്യത്തെ ആൾ എപ്പോഴും ആരായിരിക്കും? ഹരിതസസ്യങ്ങളായിരിക്കും ഫുഡ് ചെയിനിൻ്റെ ആദ്യത്തെ ആൾ. എന്തുകൊണ്ടാണ് ഹരിതസസ്യങ്ങൾ ഫുഡ് ചെയിനിൻ്റെ ആദ്യത്തെ ആളാവുന്നത്? അവർ ഉൽപാദകരാണ്, പ്രൊഡ്യൂസേഴ്സാണ്. അവർ സ്വയം ആഹാരം നിർമ്മിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ട് അവരെ ഉൽപാദകർ എന്ന് വിളിക്കുന്നു. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരെയാണ് ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുഡ് ചെയിനിൻ്റെ ആദ്യത്തെ ആൾ എപ്പോഴും ഹരിതസസ്യമായിരിക്കും. അവസാനത്തെ ആൾ കാർണിവോറസ് ആയിരിക്കും. മിഡിൽ പോർഷൻ ആരായിരിക്കും? ഒന്നില്ലെങ്കിൽ ആരായിരിക്കും? ഓംനിവോറസ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെർബിവോറസ് ആയിരിക്കും. അതായത് മിശ്രഭോജികളോ സസ്യഭോജികളോ ആയിരിക്കും മിഡിൽ പോർഷനിലുള്ള ആളുകൾ. അപ്പോൾ എന്തുകൊണ്ടാണ് ഹരിതസസ്യങ്ങൾ ആദ്യമായിട്ട് വരുന്നതെന്ന് എൻ്റെ മക്കൾ പഠിച്ചില്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷ്യശൃംഖലാ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ച് ചേർന്നുണ്ടാവുന്നതാണ് ഭക്ഷ്യശൃംഖലാജാലം, അതായത് ഫുഡ് ചെയിൻ വെബ്. ഓക്കെ, ഹരിതസസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? അവരെന്താണ്? ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ their own ഫുഡ്. അതുകൊണ്ടാണ് അവരെന്ത് പറയുന്നത്? ഉൽപാദകർ അഥവാ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇതെൻ്റെ ഫുഡ് ചെയിൻ എൻ്റെ മക്കൾ കൃത്യമായിട്ട് എന്തായാലും പഠിച്ചിരിക്കണം. അത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അടുത്തൊരു ഷുവർ ക്വസ്റ്റ്യനുമായിട്ട് വരുന്നത് വരേക്കും ബൈ.